പെൺകുട്ടികളും സ്ത്രീകളും ഈ നാട്ടിൽ അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. വസ്ത്രം വാങ്ങാൻ ടെക്സ്റ്റൈൽസിൽ പോയാലോ, ജോലിസ്ഥലത്ത് യൂണിഫോം മാറുന്ന മുറിയിൽ കയറിയാലോ ഒളിക്യാമറകൾ വെച്ചിട്ടുണ്ടോ എന്ന ആശങ്ക. സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ പകർത്തി അതിൽ ആനന്ദം കണ്ടെത്തുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ പലയിടത്തും കാണാം. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ലൈംഗിക വൈകൃതത്തിന് ഇരകളാകുന്നവർ നീതി തേടി പോകുന്നത് പോലീസ് സ്റ്റേഷനുകളിലാണ്. എന്നാൽ ചില സ്റ്റേഷനുകളിൽ പോലും സ്ത്രീകളുടെ സ്വകാര്യത ഒരു ചോദ്യചിഹ്നമാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന മുറിയിൽ നിന്നാണ് ഒളിക്യാമറ കണ്ടെത്തിയത്. പോലീസുകാരനായ വൈശാഖൻ സഹപ്രവർത്തകരായ കൂടുതൽ പേരുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തിയിട്ടുണ്ടാകുമോ? അറസ്റ്റിനായ വൈശാഖിനെതിരെ എന്ത് നടപടിയാകും സ്വീകരിക്കുക? ഇതോടൊപ്പം തൃശ്ശൂരിലെ ഇരട്ട കൊലപാതകവും കാസർകോട്ടെ തെയ്യം കലാകാരൻ്റെ ദുരൂഹമരണവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടവരും നിയമം നടപ്പാക്കേണ്ടവരുമാണ് പോലീസുകാർ. എന്നാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് പറഞ്ഞാൽ ഈ നാട് എത്രത്തോളം അധപ്പതിച്ചെന്ന് മനസ്സിലാകും. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ സ്റ്റേഷനിലെ തന്നെ പോലീസുകാരനായ വൈശാഖിനാണ് അവിടെ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയത്. അതുകൊണ്ടും തീർന്നില്ല. പിന്നീട് അയാൾ നഗ്നചിത്രങ്ങൾ അയച്ച് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസിൽ അറസ്റ്റിലായ വൈശാഖിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 7 മാസമായി ഇയാൾ സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് വൈശാഖ് ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത്. കഴിഞ്ഞ 7 മാസത്തോളമായി ഇയാൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത്. ഒളിക്യാമറയിൽ പകർത്തിയ നഗ്നചിത്രങ്ങൾ അയച്ച് ഒരു ഉദ്യോഗസ്ഥയെ വൈശാഖ് ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഉദ്യോഗസ്ഥ വനിതാ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് CPO വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വകുപ്പ് തല നടപടികൾ ആരംഭിച്ചതായും SP വ്യക്തമാക്കി. ഇതിൽ വനിതാ പോലീസിൻ്റെ പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസുകാരൻ്റെ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേ ഡിപ്പാർട്ട്മെൻറ്റൽ നടപടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ നടപടി ഇനിഷ്യേറ്റ് തുടർന്ന് ഇതിലിപ്പോൾ FIR ആയിട്ടുള്ള അന്വേഷണം സൈബർ പോലീസ് സ്റ്റേഷനാണ് നടക്കുന്നത്. ഇടുക്കി സൈബർ പോലീസ് സ്റ്റേഷനാണ് SHO ആണ് അന്വേഷിക്കുന്നത്. അന്വേഷണം നടക്കുന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളുണ്ടാവും. IT ആക്ടിൻ്റെ സെക്ഷൻസ് ഉണ്ട്. BNS 75, 76, 77 അതെല്ലാം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഇനി കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് കൂടുതൽ അന്വേഷണം ഇല്ല. സമാനമായിട്ടുള്ളതല്ല. വൈശാഖിനെ അറസ്റ്റ് ചെയ്ത ശേഷം നടത്തിയ അന്വേഷണത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നഗ്നചിത്രങ്ങൾ ഇയാൾ പകർത്തിയതായി കണ്ടെത്തി. സ്റ്റേഷനിൽ വനിതാ ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്നതിനുള്ള മുറിയിൽ ഒളിക്യാമറ വയ്ക്കുകയും ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുകയുമായിരുന്നു ഇയാൾ. പ്രതിയുടെ ഫോണിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തിയതോടെയാണ് സൈബർ കുറ്റം ഉൾപ്പെടെ ചുമത്തി വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ പടിയൂരിൽ ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി പ്രേംകുമാർ നാടുവിട്ടത് എങ്ങോട്ടാണ്? കഴിഞ്ഞ ഒരാഴ്ചയോളമായി അയാൾക്ക് വേണ്ടി പോലീസ് കേരളത്തിലും പുറത്തും തിരച്ചിൽ നടത്തി. പിന്നീട് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. ഒടുവിൽ ഇരിങ്ങാലക്കുട പോലീസിന് ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു ഫോൺ കോൾ എത്തുന്നു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു വിവരം. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറയുമ്പോഴും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. കൂടുതൽ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമേ മരണകാരണം വ്യക്തമാകൂ. 2 ഭാര്യമാരെ ഉൾപ്പെടെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് പ്രേംകുമാർ.
രണ്ടാം ഭാര്യയെയും അവരുടെ അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ രേഖയെയും അമ്മ മണിയെയും കൊലപ്പെടുത്തി ഇയാൾ നാടുവിട്ടത് കഴിഞ്ഞയാഴ്ചയാണ്. പടിയൂരിലെ വാടക വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് കൊലപാതക വിവരം പുറംലോകമറിഞ്ഞത്. ഭാര്യയെ സംശയം കാരണം പ്രേംകുമാർ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം. രേഖയുടെ മൃതദേഹത്തിൽ 3 ചിത്രങ്ങളും പ്രതി കുത്തിവച്ചിരുന്നു. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവച്ചിരുന്നത്. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പും ഇതോടൊപ്പം കണ്ടെത്തിയിരുന്നു. 2 ദിവസമായി അമ്മയെയും രേഖയെയും ഫോണിൽ കിട്ടുന്നില്ലെന്ന് രേഖയുടെ സഹോദരി പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ആദ്യ ഭാര്യയായ വിദ്യയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇയാൾ അധ്യാപികയായ രേഖയെ പരിചയപ്പെടുന്നതും വിവാഹം കഴിച്ചതും. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ രേഖ 5 മാസം മുൻപാണ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത്. വിവാഹശേഷം കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ 5 സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു. പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെയും ഒപ്പം കൂട്ടിയിരുന്നു. അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി. എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യാനായിരുന്നു രേഖ ആഗ്രഹിച്ചിരുന്നത്. സംശയം കാരണം രേഖയുടെ ഫോൺ പ്രേംകുമാർ പിടിച്ചുവെച്ചിരുന്നു. രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ 6 മാസത്തിനു ശേഷമാണ് ഇയാൾ പിടിയിലായത്. സംഭവത്തിൽ പ്രേംകുമാറിനെയും കാമുകിയായ തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുനിത ബേബിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാമുകിക്കൊപ്പം ജീവിക്കാനായാണ് തിരുവനന്തപുരത്തെ വില്ലയിൽ വെച്ച് പ്രതികൾ വിദ്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം തിരുനെൽവേലി ഹൈവേക്കരികിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൃത്യം നടത്തിയതിന് പിന്നാലെ ഭാര്യയെ കാണാനില്ലെന്ന് പ്രേംകുമാർ പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് കാമുകിയായ സുനിതയ്ക്കൊപ്പം ഉദയംപേരൂരിൽ താമസിച്ചു വരുന്നതിനിടെ പോലീസ് ഇരുവരെയും പിടികൂടി. ന്യൂസ് 18 തൃശൂർ. കാസർകോട്ടെ അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ് സതീശൻ എന്ന ബിജു. നാട്ടിലാണെങ്കിൽ അയാൾക്ക് കുറേ സൗഹൃദങ്ങളുണ്ട്. രാത്രിയായാൽ കൂട്ടുകൂടി കുറച്ച് മദ്യമൊക്കെ കഴിക്കും. കഴിഞ്ഞ ദിവസം സതീശൻ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തി മദ്യപിച്ചു. അതിനിടെ ചെറിയ വാക്കുതർക്കവും ഉണ്ടായി. പിന്നീട് കേട്ടത് സതീശൻ്റെ മരണവാർത്തയാണ്. വാക്കുതർക്കത്തിനിടെ സതീശനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് ചിദാനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്കാര ചടങ്ങിൽ ചിദാനന്ദൻ പങ്കെടുക്കാതിരുന്നതാണ് സംശയത്തിന് കാരണമായതും പിന്നീടത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടിയതും. കഴിഞ്ഞ ദിവസമാണ് അയൽവാസിയായ ചോമണ്ണ നായിക്കിന്റെ വീട്ടുവരാന്തിയിൽ സതീശനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. അയൽവാസികളുടെ സഹായത്തോടെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിൽ സതീശന്റെ കഴുത്തെല്ല് പൊട്ടിയതായി കണ്ടെത്തി. ശരീരത്തിന് പിന്നിലും ആന്തരിക പരിക്കുള്ളതായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സുഹൃത്ത് ചിദാനന്ദയെ ബേഡകം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മരിച്ച സതീശനും ചിദാനന്ദനും പലപ്പോഴും അയൽവാസിയായ ചോമണ്ണ നായിക്കിന്റെ വീട്ടിലെത്തി മദ്യപിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇരുവരും പതിവ് പോലെ മദ്യപിച്ചു. വീട്ടുടമസ്ഥനും മദ്യം നൽകി. തുടർന്ന് സതീശനും ചിദാനന്ദനും വാക്കുതർക്കത്തിലേർപ്പെടുകയും വരാന്തിയിലിരുന്ന സതീശനെ ചിദാനന്ദൻ പിന്നിൽ നിന്ന് തള്ളി താഴെയിടുകയുമായിരുന്നു. തലകീഴായി വീണ സതീശനെ മറ്റൊരാളുടെ സഹായത്തോടെ എടുത്തുകൊണ്ടുപോയി വരാന്തിയിൽ കിടത്തി. വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് നൽകി. പിന്നീട് സതീശൻ ഉറങ്ങുകയാണെന്ന് കരുതി ചിദാനന്ദ സ്ഥലം വിടുകയായിരുന്നു.
പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴോ സംസ്കാര ചടങ്ങിലോ ചിദാനന്ദൻ പങ്കെടുത്തിരുന്നില്ല. ഇതും സംശയത്തിന് ആക്കം കൂട്ടി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും ബേക്കൽ ഡിവൈഎസ്പി വി മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ തന്ത്രപരമായ അന്വേഷണവുമാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചത്. പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചുമത്തിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. മോഷണ കേസിന്റെ തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ പ്രതിയുടെ ശ്രമം. പാലക്കാട് കൽമണ്ഡപത്ത് നടന്ന തെളിവെടുപ്പിനിടെ ഇതര സംസ്ഥാന മോഷ്ടാവ് മണിമാരനാണ് SI ഹർഷാദിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത്. ജാഗ്രതയോടെ നിന്ന SI ഹർഷാദ് നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിയെ തള്ളി വീഴ്ത്തി കീഴ്പ്പെടുത്തി. കഴിഞ്ഞ മാസം 14-ന് പാലക്കാട് പ്രതിഭാ നഗറിലെ പൂട്ടിക്കിടന്ന 3 വീടുകളിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് മണിമാരൻ. പാലക്കാട് കൽമണ്ഡപം പ്രതിഭാനഗറിൽ നടന്ന തെളിവെടുപ്പിനിടെയാണ് പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമമുണ്ടായത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ അന്തർ സംസ്ഥാന മോഷ്ടാവ് മണിമാരനാണ് പരാക്രമം നടത്തിയത്. മുകൾ നിലയിലെ തെളിവെടുപ്പിന് ശേഷം താഴെ കൊണ്ടുവന്ന് മോഷണ രീതി പോലീസ് ചോദിച്ചു മനസ്സിലാക്കുന്നതിനിടെ പൊടുന്നനെ മണിമാരൻ SI ഹർഷാദിന്റെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഹർഷാദ് പ്രതിയെ തള്ളി വീഴ്ത്തി കീഴടക്കി. വീടിന് പുറത്ത് മാധ്യമപ്രവർത്തകരും നാട്ടുകാരും അടക്കം നിരവധി ആളുകൾ ഉള്ളപ്പോഴാണ് സംഭവം. തോക്ക് തട്ടിയെടുത്ത് ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാകാം പ്രതി നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. കഴിഞ്ഞ മാസം 14-നാണ് പ്രതിഭാനഗറിലെ പൂട്ടിക്കിടന്ന 3 വീടുകളിൽ നിന്ന് പ്രതി മണിമാരൻ 8 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചത്. തുടർന്ന് സംസ്ഥാനം വിട്ട ഇയാൾ സമാനമായ മറ്റൊരു കേസിൽ കോയമ്പത്തൂരിൽ പിടിയിലായി. അവിടെ നിന്നാണ് കേരള പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് മണിമാരൻ. ഇയാൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി 70ഓളം കേസുകളാണ് നിലവിലുള്ളത്. തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിലെ പിടികിട്ടാപ്പുള്ളി പട്ടികയിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്ന കേസിൽ അടിമുടി ദുരൂഹത. പരാതിക്കാരനായ അരവിന്ദ് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ആദ്യം പണം കൊണ്ടുപോയത് ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലേക്കെന്ന് പറഞ്ഞ അരവിന്ദ് പിന്നീട് ഓളവണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്കെന്ന് മൊഴി മാറ്റി. സംഭവസ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന 8 ബാങ്ക് ജീവനക്കാരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ഷിബിൻലാലിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്. ഇയാൾ പണവുമായി കടന്നുകളഞ്ഞ സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. പന്തീരാങ്കാവ് കോഴിക്കോടൻ കുന്നിന് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് സ്കൂട്ടർ കണ്ടെടുത്തത്. വണ്ടി പ്രതിയുടേതല്ലെന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. വാഹനം മോഷ്ടിച്ചതാണോ വാടകയ്ക്കെടുത്തതാണോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം എടുക്കാനെന്ന വ്യാജേന കഥയുണ്ടാക്കിയാണ് ഷിബിൻലാൽ ബാങ്കിനെ സമീപിച്ചതും പണം കവർച്ച നടത്തിയതും. പന്തീരാങ്കാവിലെ അക്ഷയ ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ ഷിബിൻലാൽ പണയം വെച്ചെന്ന് പറഞ്ഞ സ്വർണം തിരികെയെടുത്ത് ഇസാഫിലേക്ക് പണയം മാറ്റാനാണ് 40 ലക്ഷം രൂപയുമായി ജീവനക്കാർ എത്തിയത്. എന്നാൽ പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ബാങ്ക് ജീവനക്കാരന്റെ മൊഴി. കവർച്ചയ്ക്ക് പിന്നിൽ ഷിബിൻലാൽ മാത്രമല്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. കൃത്യത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവുമുണ്ട്.
ഷിബിൻലാലിന് കൈമാറാനായി കാറിൽ നിന്ന് പണം പുറത്തെടുത്തപ്പോൾ തന്നെ തട്ടിപ്പറിച്ചോടിയെന്നാണ് ബാങ്ക് ജീവനക്കാരൻ അരവിന്ദ് പോലീസിന് നൽകിയ മൊഴി. പണം തട്ടിപ്പറിച്ചോടിയിട്ടും എന്തുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നവർ ഇടപെട്ടില്ല എന്നതിന് ജീവനക്കാർക്ക് ഉത്തരം നൽകാനായിട്ടില്ല. പണം തട്ടിയെടുത്ത സ്ഥലത്ത് CCTV ഇല്ലാതെ വന്നത് എങ്ങനെയെന്നതും ദുരൂഹമാണ്. അരവിന്ദിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. അക്ഷയ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലേക്കാണ് പണയം എടുക്കുന്നതിന് പോയതെന്ന് ആദ്യം മൊഴി നൽകിയ ഇയാൾ പിന്നീട് ഇത് ഒളവണ്ണ സഹകരണ ബാങ്കിലേക്കെന്ന് മാറ്റി. ഇയാൾ ഉൾപ്പെടെ 8 ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വൈകി എന്നതടക്കം സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഒരേ സമയം പല വിവാഹ ജീവിതങ്ങൾ, വിവിധയിടങ്ങളിൽ താമസം, സിനിമയെ പോലും വെല്ലുന്ന കഥകളാണ് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിനി രേഷ്മയുടേത്. വിവാഹ തട്ടിപ്പ് കേസിലെ പ്രതിയായ രേഷ്മ ആരെയൊക്കെ കബളിപ്പിച്ചെന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇവർ സാമ്പത്തികമായി ആരെയും വഞ്ചിച്ചിട്ടില്ലെങ്കിലും വിശദമായ അന്വേഷണം നടത്താൻ പ്രതിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ശനിയാഴ്ച വൈകിട്ട് 5 മണിവരെയും കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ കോട്ടയം, തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. രേഷ്മയെ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ആര്യനാട് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യമില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ആര്യനാട് സ്റ്റേഷനിലെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും കിട്ടിയതായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. അതേസമയം കോട്ടയം, തൊടുപുഴ, വാളകം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കണം എന്നായിരുന്നു പോലീസിന്റെ വാദം. ഇത് അംഗീകരിച്ചാണ് നെടുമങ്ങാട് കോടതി രേഷ്മയെ ശനിയാഴ്ച വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ൽ ആദ്യം വിവാഹം ചെയ്ത എറണാകുളം സ്വദേശി മുതൽ തൊടുപുഴ, കോട്ടയം, കൊട്ടാരക്കര, വാളകം, വൈക്കം, തിരുമല, ആയർനാട് എന്നിവിടങ്ങളിൽ കബളിപ്പിക്കപ്പെട്ടവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൂടുതൽ പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. 2024 മുതൽ വിവാഹം ചെയ്തവരുടെ വിവരങ്ങളും വീടും മാത്രമേ രേഷ്മ പോലീസിനോട് കൃത്യമായി പറഞ്ഞിട്ടുള്ളൂ. ആയർനാട്ടെ തെളിവെടുപ്പിന് ശേഷം തൊടുപുഴ കാവുംപുറത്തും വാളകത്തും കോട്ടയത്തുള്ള ഭർത്താവിന്റെ വീട്ടിലും രേഷ്മയെ തെളിവെടുപ്പിനെത്തിക്കും. ഇവർക്ക് സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. വിവാഹങ്ങൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ലെന്നും സ്നേഹം മാത്രമായിരുന്നു ലക്ഷ്യമെന്നുമാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. രേഷ്മയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പഞ്ചായത്ത് അംഗത്തിന്റെ സുഹൃത്തായ ഉഴമലക്കൽ പഞ്ചായത്തിലെ മെമ്പറുടെ വീട്ടിലായിരുന്നു കല്യാണത്തലേന്ന് രേഷ്മയെ പാർപ്പിച്ചത്. കല്യാണ ദിവസം രേഷ്മയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയെ തുടർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. മുൻ വിവാഹത്തിന്റെ രേഖകൾ ബാഗിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നാടകീയമായി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം തട്ടിയ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. ആരോപണ വിധേയരായ ജീവനക്കാർ QR കോഡ് മാറ്റി സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയതിൻ്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. അതേസമയം കള്ളി വെളിച്ചത്തായതോടെ ജാതി കാർഡും സ്ത്രീ പീഡനവും ഉൾപ്പെടെ ആരോപിച്ച് രംഗത്തെത്തിയ യുവതികളെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല. ഒളിവിൽ പോയ 3 വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യത്തിനായി ശ്രമം തുടങ്ങിയതായാണ് സൂചന. കവടിയാറിലെ O/OC എന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്
കഴിഞ്ഞ 11 മാസത്തിനിടെ 1000 മുതൽ 60,000 രൂപ വരെയുള്ള നിരക്കിൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വലിയതുറ സ്വദേശികളും സ്ഥാപനത്തിലെ ജീവനക്കാരുമായിരുന്ന രാധാകുമാരി, ദിവ്യ ഫ്രാങ്ക്ലിൻ, വിനീത ആദർശ് തുടങ്ങിയവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റി ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിന്റെ ഡിജിറ്റൽ രേഖകളാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. തട്ടിപ്പ് പുറത്തായതിന് പിന്നാലെ വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അബദ്ധത്തിൽ വൻ തുകകൾ കൈമാറിയ ഉപഭോക്താക്കളും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 66 ലക്ഷം രൂപ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വ്യക്തമാക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം ഇവരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതേസമയം പോലീസ് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയിൽ കൃഷ്ണകുമാറും കുടുംബവും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർണായക തീരുമാനം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടുക്കി ചെറുതോണിയിൽ കൂലിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ ചുമട്ടുതൊഴിലാളിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മീൻകടയിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ സ്കൂട്ടറിൽ പോയ CATU തൊഴിലാളി കൃഷ്ണനെ പിക്കപ്പ് വാനിടിച്ച് വീഴ്ത്തുകയായിരുന്നു. ചെറുതോണി ടൗണിലെ തൊഴിലാളിയായ കൃഷ്ണന് സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മീൻകട ഉടമ സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടന്നത്. മീൻപെട്ടി ഇറക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കൂലി തർക്കമാണ് വൈകിട്ട് സംഘർഷത്തിൽ കലാശിച്ചത്. 8 മീൻപെട്ടികൾ ഇറക്കിയെന്ന് പറഞ്ഞ് ചുമട്ടുതൊഴിലാളി കൃഷ്ണൻ കൂലി ആവശ്യപ്പെട്ടെങ്കിലും 7 പെട്ടികളാണ് ഇറക്കിയതെന്ന നിലപാടിലായിരുന്നു കടയുടമകളായ സുരേഷും സഹോദരൻ സുഭാഷും. കൂലി തർക്കത്തിൽ ഇവർ തമ്മിൽ കടയിൽ വെച്ച് സംഘർഷമുണ്ടായി. പിന്നീട് കടയിൽ നിന്നും പോയ കൃഷ്ണൻ സ്കൂട്ടറിൽ പോകുന്നത് കണ്ട് പുറകെ പിക്കപ്പുമായി ചെന്ന് സുഭാഷ് കൃഷ്ണനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നെന്നാണ് പരാതി. സംഭവം നേരിൽ കണ്ട ഇടുക്കി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇടപെട്ട് സുഭാഷിനെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളുടെ സഹോദരൻ സുരേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പൊതുസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൽ ഇടപെട്ട് പുലിവാല പിടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എറണാകുളം സ്വദേശി ജൻസീർ മറ്റൊരു നാട്ടിൽ പോയി ഉണ്ടാക്കിയ പ്രശ്നം കൂട്ടാടിയിൽ കലാശിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വഴിയിൽ നിന്ന യുവാക്കളുമായി ജൻസീർ വാക്കുതർക്കത്തിലേർപ്പെട്ടു. പിന്നീടവർ ജൻസീറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി എക്സലൻസി ബാറിന് മുന്നിൽ നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം സ്വദേശി ജൻസീറിനാണ് മർദ്ദനമേറ്റത്. 2 അംഗ സംഘം യുവാവിനെ അസഭ്യം പറയുകയും മുഖത്തും നെഞ്ചത്തും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. താഴെ വീണിട്ടും പിന്നെയും ക്രൂരമായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിൽ മൈനാഗപ്പള്ളി സ്വദേശി 23-കാരൻ ഷാഫി, ശാസ്താംകോട്ട സ്വദേശി 24-കാരനായ അല്ലമീൻ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്.
ഇരുവരും ബുധനാഴ്ച രാത്രി കരുനാഗപ്പള്ളിയിലെ ബാറിന് സമീപം വെച്ച് ജൻസീറുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് ആക്രമിക്കുകയുമായിരുന്നു. ജൻസീർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷമീർ, ആഷ്നി, സീനിയർ CPO-മാരായ ഹാഷിം, പ്രശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. ഇടുക്കിയിൽ സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിച്ചു കടത്തിയ ചന്ദനം വിൽക്കാൻ ശ്രമിച്ച കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന 7 കിലോ ചന്ദനമുട്ടികൾ മുറിച്ചു വിൽക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിലായി. കമ്പംമെട്ട് സ്വദേശികളായ പല്ലാമറ്റം സിബിച്ചൻ, സുരേഷ് എന്നിവരാണ് പിടിയിലായത്. ഇവിടെ മുൻപ് നടന്നിട്ടുള്ള ചന്ദന മോഷണവുമായി ബന്ധമുള്ളവരാണ് അറസ്റ്റിലായ 2 പേർ. കമ്പംമെട്ട് സ്വദേശികളായ പല്ലാമറ്റം സിബിച്ചൻ, സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന 7 കിലോ ചന്ദനമുട്ടികളാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. മുണ്ടിയേരുമയിലുള്ളയാളുടെ ഭൂമിയിൽ നിന്നും മോഷ്ടിച്ചു കടത്തിയ ചന്ദനമരം സിബിച്ചന്റെ കമ്പംമേട്ടിലെ വീട്ടിലെത്തിച്ച് കാതൽ ചെത്തി ഒരുക്കുകയായിരുന്നു. പിന്നീട് വിൽപ്പന നടത്തുന്നതിനായി ശ്രമിച്ചു. തൂക്കുപാലം മേഖലയിൽ ചന്ദനം വിൽക്കാൻ പ്രതികൾ ശ്രമിക്കുന്നതായി മനസ്സിലാക്കിയ വനം വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മേഖലയിൽ മുൻപ് നടന്നിട്ടുള്ള ചന്ദനമോഷണവുമായി ബന്ധമുള്ളവരാണ് അറസ്റ്റിലായവർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം തിരൂർ തൃക്കണ്ടിയൂരിൽ മോഷണം തുടർക്കഥയാണ്. അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് കവർച്ച പതിവായി നടക്കുന്നത്. കഴിഞ്ഞ രാത്രി തൃക്കണ്ടിയൂരിൽ വീട് കുത്തിത്തുറന്ന് സ്വർണം കവർന്നു. തൃക്കണ്ടിയൂർ മേലെ വീട്ടിൽ ബാബുവിൻ്റെ വീട്ടിലാണ് മോഷണമുണ്ടായത്. വീട്ടിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ നശിപ്പിച്ച നിലയിലാണ്. വിരലാള വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. തുടർച്ചയായുള്ള മോഷണം പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. തിരൂർ തൃക്കണ്ടിയൂർ ഭാഗങ്ങളിൽ മോഷണം പതിവാകുകയാണ്. തൃക്കണ്ടിയൂർ സ്വദേശി മേലെ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലാണ് ഒടുവിൽ മോഷണം നടന്നത്. മെയ് മാസം 30-ന് കുടുംബം ബംഗളൂരുവിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ ദിവസം വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അടുത്തെത്തിയപ്പോഴാണ് വാതിൽ തകർത്തതാണെന്ന് വ്യക്തമായത്. തുടർന്ന് തിരൂർ പോലീസിൽ വിവരം നൽകുകയായിരുന്നു. വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് സ്വർണം കവർന്നിട്ടുണ്ട്. വീട്ടുകാർ വന്നെങ്കിലേ കൃത്യമായ നഷ്ടം വ്യക്തമാകൂ. വീട്ടിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ തകർത്ത നിലയിലാണ്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് രാത്രിയിൽ പോലീസ് പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരൂർ.